Immunology, types of inflammation. Inflammation serves as the body's natural defense mechanism against injury, infection or harmful stimuli. ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ സപ്പോസ് ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാംഫുൾ സ്റ്റിമുലസ് വരുമ്പോൾ അതിനോട് നമ്മളുടെ ബോഡി കൊടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം, ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഡാമേജ് കാരണം അത് എലിമിനേറ്റ് ചെയ്യുക, അവിടെയുള്ള ഡാമേജ്ഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഹീലിംഗ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നതാണ് ഇൻഫ്ലമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, and this process involve blood vessels, immune cells and various chemical mediators. അതായത് ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലായാലും കുറേ കെമിക്കൽ മീഡിയേറ്റേഴ്സും കുറേ ഇമ്മ്യൂൺ സെൽസുകളൊക്കെ ഇൻവോൾവ് ആണ്. സോ ഈ ഒരു ഇൻഫ്ലമേഷൻ രണ്ട് മെയിൻ കാറ്റഗറീസ് ഉണ്ട്: അക്യൂട്ട് ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഈസ് ദ ബോഡീസ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു ഇഞ്ചുറി ഓർ ഇൻഫെക്ഷൻ. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരുമ്പോൾ ബോഡി കാണിക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസിനെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഒക്കർ വെൻ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ്, allowing increased fluid and white blood cells to flow into the affected area. അപ്പോൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇഞ്ചുറി സംഭവിക്കും. എന്താ സംഭവിക്കുക? അവിടെയുള്ള ബ്ലഡ് വെസൽസ് നന്നായിട്ട് വികസിക്കും, ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടേക്ക് ധാരാളം ഫ്ലൂയിഡുകൾ പോകും. അപ്പോൾ ധാരാളം വൈറ്റ് ബ്ലഡ് സെൽസ് ആ ഒരു ഭാഗത്തേക്ക്, അഫക്റ്റഡ് ഏരിയയിലേക്ക് WBC എത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റെസ്പോൺസ് ഇസ് ഷോർട്ട് ടേം, അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ആൻഡ് ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് പ്രൊമോട്ട് ഹീലിംഗ്. അപ്പോൾ അങ്ങനെ ആ ഒരു മുറിവ് സംഭവിച്ച സ്ഥലത്തേക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് ധാരാളം എത്തുകയും പെട്ടെന്ന് തന്നെ ഹീലിംഗ് പ്രോസസ്സ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സെല്ലാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ദേ ആർ ദ ഫസ്റ്റ് ടു അറൈവ് അറ്റ് ദ സൈറ്റ്, കൺസ്യൂമിങ് ആൻഡ് ഡിസ്ട്രോയിങ് പാത്തജൻ. അതായത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് മുറിവ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഈ ന്യൂട്രോഫിലാണ്. ആ പാത്തജനെ വിഴുങ്ങുന്നതും ഈ ന്യൂട്രോഫിലാണ്. ഓക്കെ, ആൻഡ് പ്രൈമറി സൈൻസ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ്? പെയിൻ, ഹീറ്റ്, റെഡ്നെസ്, സ്വെല്ലിംഗ്, ലോസ് ഓഫ് ഫങ്ഷൻ, ഇതൊക്കെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ്റെ സമയത്തുള്ള സൈൻസ്. ഇനി ക്രോണിക് ഇൻഫ്ലമേഷൻ നോക്കാം. ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് എ പ്രൊലോങ്ഡ് റെസ്പോൺസ് ദാറ്റ് ഒക്കർ വെൻ അക്യൂട്ട് ഫേസ് ഡസ് നോട്ട് റിസോൾവ്. അതായത് നമ്മൾ വലിയ രീതിയിൽ അക്യൂട്ട് ഫേസ്, അതായത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ വരുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ അതിനൊന്ന് നോക്കിയില്ല അല്ലെങ്കിൽ അതിനൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ രീതിയിൽ കുറേ നാളത്തേക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരും. ആ ഒരു ഇൻഫ്ലമേഷനാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ ടിഷ്യൂ ഡാമേജ് ആൻഡ് ഹീലിംഗ് പ്രോസസ് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷന്റെ സമയത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സെൽസ് എന്ന് പറയുന്ന മാക്രോഫേജസ് ആണ്. ദേ ആർ ഡിവൈഡ് ഫ്രം മോണോസൈറ്റ് ആൻഡ് ദേ കൺസ്യൂം ആൻഡ് എലിമിനേറ്റ് പാത്തജൻ ആൻഡ് ഓൾഡ് സെൽസ്. അപ്പോൾ ഇവരാണ് ഈ പറയുന്ന പാത്തജൻസിനൊക്കെ കഴിക്കുന്നത്, പാത്തജൻസിനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നവർ മാക്രോഫേജസ് ആണ്. അക്യൂട്ട് ഇൻഫ്ലമേഷന്റെ സമയത്ത് ന്യൂട്രോഫിൽസ് ആയിരുന്നു ഏറ്റവും ആദ്യം ഓടിയെത്തിയത്. ഇനി ഈ ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ വന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ അങ്ങനെ ഇടുമ്പോൾ അത് കുറച്ചും കൂടി കൂടിയ രീതിയിൽ, കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ വരും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ആ സമയത്തുള്ള സെൽസ് എന്ന് പറയുന്നത് മാക്രോഫേജസ് ആണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ ക്യാൻ ലീഡ് ടു ഓൺഗോയിങ് ഡാമേജസ് ടു ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ നന്നായിട്ട് ഓർഗൻസിനും ടിഷ്യൂസിനൊക്കെ ഡാമേജ് ചെയ്യിക്കും. ആൻഡ് പൊട്ടൻഷ്യലി റിസൾട്ട് ഇൻ ഡിസീസ് സച്ച് ആസ് ആർത്രൈറ്റിസ് ആൻഡ് ഹാർട്ട് ഡിസീസ്. ചിലപ്പോൾ ഹാർട്ട് ഡിസീസും ആർത്രൈറ്റീസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻവോൾവ് ആൻജിയോജെനിസിസ് വിച്ച് ഇസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ്. പുതിയ ബ്ലഡ് വെസൽസിന്റെ ഫോർമേഷൻ വരെ നടക്കാവുന്നതാണ്. അപ്പോൾ അതേ നോക്കിക്കേ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ അലർജി, എന്തെങ്കിലും കെമിക്കൽ ഇറിറ്റൻസ്, ഇൻഫെക്ഷൻ, ബേൺസ്, ട്രോമ, ചില മുറിവുകൾ, കട്ടുകളൊക്കെ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയ രീതിയിൽ വരും. കാർഡിയോവാസ്കുലർ ഡിസീസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, ക്യാൻസർ, ഇതൊക്കെ കുറച്ച് കൂടിയ വേർഷൻ ആണ്. ഓക്കെ, അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വിഭാഗമാണ് കീമോകൈൻസ്. ഈ കീമോകൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? കീമോകൈൻസ് ആർ എ സൂപ്പർ ഫാമിലി ഓഫ് സ്മോൾ പ്രോട്ടീൻസ്. അതായത് ഇത് കീമോകൈൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. They act as a chemoattractants, which are chemical signals that draw white blood cells to sites of infection or injury. അതായത് ഇപ്പോൾ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് അവിടെ എത്തുന്നുണ്ട്. അത് ഇങ്ങനെയാണ് എത്തുന്നത്. അവരെത്താൻ കാരണം ഇങ്ങനെയുള്ള കീമോ അട്രാക്റ്റൻസ്, കീമോകൈൻസ് പോലുള്ള കീമോ അട്രാക്റ്റൻസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസിനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ആ കറക്റ്റ് ഇഞ്ചുറി ഉള്ള ഭാഗത്തേക്ക് എത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കീമോകൈൻസ് എന്ന് പറയുന്നത് കീമോ അട്രാക്റ്റൻസുകളാണ്, വിച്ച് ആർ കെമിക്കൽ സിഗ്നൽ ദാറ്റ് ഡ്രോ വൈറ്റ് ബ്ലഡ് സെൽസ് ടു ദ
സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾ അഡറൻസ്, അതായത് ഇമ്മ്യൂൺ സെൽസിനൊക്കെ ആ ടിഷ്യൂസിലേക്ക് സ്റ്റിക്ക് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഗൈഡ് കീമോടാക്സിസ്, ഡയറക്റ്റ് മൂവ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സെൽസ് ടു ദ അപ്രോപ്രിയേറ്റ് ലൊക്കേഷൻ, കറക്റ്റ് ആ ഒരു അപ്രോപ്രിയേറ്റ് ലൊക്കേഷനിലേക്ക് ഈ ഇമ്മ്യൂൺ സെൽസിനെ എത്തിക്കുന്നതും, ആക്ടിവേറ്റ് വേരിയസ് പോപ്പുലേഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്, പല വൈറ്റ് ബ്ലഡ് സെൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതൊക്കെയാണ് ഈ കീമോകൈൻസിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവരുടെ റോൾ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി പ്രോസസ്, റിക്രൂട്ട് ലൂക്കോസൈറ്റ് ടു കമ്പാക്ട് ഇൻഫെക്ഷൻ, ഹോമിയോസ്റ്റാറ്റിക് റോൾസ്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും, ഡെവലപ്മെന്റൽ റോൾ, ഗൈഡ് സെൽ മൂവ്മെന്റ് ഡ്യൂറിംഗ് ഗ്രോത്ത്, ഇതൊക്കെയാണ് കീമോകൈൻസിന്റെ ജോലി എന്ന് പറയുന്നത്. കീമോകൈൻസ് ആർ കീമോടാക്ടിക് സൈറ്റോകൈൻ ദാറ്റ് റെഗുലേറ്റ്, ആക്ടിവേറ്റ് ആൻഡ് കൺട്രോൾ WBC ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലമേഷൻ, ഇമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വൈറ്റ് ബ്ലഡ് സെൽസിനെ കൺട്രോൾ ചെയ്യുന്നതും ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന കെമിക്കൽ അട്രാക്റ്റൻസ് അല്ലെങ്കിൽ കീമോടാക്ടിക് സൈറ്റോകൈനുകളാണ് ഈ പറയുന്ന കീമോകൈൻസ് എന്ന് പറയുന്നത്. ഈ അടുത്ത വിഭാഗമാണ് സൈറ്റോകൈൻസ്. ഓക്കെ, സൈറ്റോകൈൻസ് ആർ സ്മോൾ പ്രോട്ടീൻ സെക്രീറ്റഡ് ബൈ സെൽസ് ദാറ്റ് റെഗുലേറ്റ് ഇമ്മ്യൂണിറ്റി, ഇൻഫ്ലമേഷൻ ആൻഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഹിമാറ്റോപോയിസിസ്, ഇൻഫ്ലമേഷൻ, ഇമ്മ്യൂണിറ്റി, ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീനുകളാണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ നോട്ട് സ്റ്റോർഡ് വിത്തിൻ സെൽസ്, ദേ ആർ പ്രൊഡ്യൂസ് ഫ്രഷ് ഓൺലി വെൻ സ്റ്റിമുലേറ്റഡ് ബൈ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇത് എന്താണ്, ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഫ്രഷ് ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് നോക്കുക. ദേ ആക്ട് ലോക്കലി, ഷോർട്ട് ഡിസ്റ്റൻസ് ഫോർ ബ്രീഫ് പീരീഡ് ഇൻ വെരി സ്മോൾ എമൗണ്ട്. അതായത് ഈ എന്താണ് ഇമ്മ്യൂൺ സെൽസുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സിഗ്നലിംഗ് പ്രോട്ടീൻസുകളാണ് ഈ പറയുന്ന സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമ്മ്യൂൺ സെൽസിന് ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ പ്രോട്ടീൻസ് ആണ് ഈ പറയുന്ന സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ്, ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഇമ്മ്യൂൺ സെൽസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദേ ബൈൻഡ് ടു സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഓൺ സെൽ മെംബ്രെയിൻ, ആക്ടിവേറ്റിംഗ് ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ് പാത്വേ ആൻഡ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ സെൽ ബിഹേവിയർ. അപ്പോൾ ഇതെന്താ ചെയ്യണേന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ സെൽസിനും പുറത്ത് റിസപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്ത് ഇൻട്രാ സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് സെൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. റെസ്പോൺസസ് ട്രിഗേർഡ് ബൈ സൈറ്റോകൈൻ, ഇൻക്രീസ് ഓർ ഡിക്രീസ് സെൽ സർഫസ് പ്രോട്ടീൻ, ഫെസിലേറ്റ് സെൽ പ്രൊലിഫറേഷൻ, സ്റ്റിമുലേറ്റ് സെൽസ് ടു റിലീസ് എഫക്റ്റർ മോളിക്യൂൾസ് ടു കോമ്പാക്ട് ഇൻഫെക്ഷൻ. അതായത് ഇങ്ങനെ സൈറ്റോകൈൻസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോ കാര്യങ്ങളും സെൽ പ്രൊലിഫറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എഫക്റ്റർ മോളിക്യൂൾസ് റിലീസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ, സെൽസിനെ കൊണ്ട് എഫക്റ്റർ മോളിക്യൂൾസ് റിലീസ് ചെയ്യിക്കാനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതൊക്കെ ഈ പറയുന്ന സൈറ്റോകൈൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഈ സൈറ്റോകൈൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ പറയുന്ന നമ്മുടെ ലിംഫോസൈറ്റ്, പല സെല്ലുകളും ഈ പറയുന്ന സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈനെയാണ് ലിംഫോകൈൻ എന്ന് പറയുന്നത്. മോണോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈനെ മോണോകൈൻസ് എന്നും, അതുപോലെ തന്നെ കീമോകൈൻസ്, ഓക്കെ, പിന്നെ ഇന്റർലൂക്കിൻസ്, ഓക്കെ, അങ്ങനെ ഓരോന്നും ഇതൊക്കെ പലതരത്തിലുള്ള സൈറ്റോകൈൻസുകളാണ്. ലിംഫോകൈൻസ്, മോണോകൈൻസ്, കീമോകൈൻസ്, ഇന്റർലൂക്കിൻസ് ഒക്കെ ഓരോ പല ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റർലൂക്കിൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള WBC ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഇന്റർലൂക്കിൻസ് എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈൻ്റെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഓട്ടോക്രൈൻ ആക്ഷൻ, പാരക്രൈൻ ആക്ഷൻ, എൻഡോക്രൈൻ ആക്ഷൻ. ഓട്ടോക്രൈൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും എന്താണ്, സ്വന്തം സെല്ലിലേക്ക് തന്നെ ആയിരിക്കുള്ളൂ. അതായത് ആക്ട് ഓൺ സെയിം സെൽ ദാറ്റ് റിലീസ് ദം. അതായത് ഏത് സെല്ലാണോ സൈറ്റോകൈനെ റിലീസ് ചെയ്യുന്ന ആ സെല്ലിൽ തന്നെയാണ് ഇതിന്റെ ആക്ടിവിറ്റി കാണിക്കുന്നത്. പാരക്രൈൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സെൽസുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കി കൊടുക്കും. എൻഡോക്രൈൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ ഉള്ളത് അവരാണെങ്കിൽ ഈ ബ്ലഡിലേക്ക് ഈ പറയുന്ന സൈറ്റോകൈൻ റിലീസ് ചെയ്തിട്ട് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കും. അതാണ് സൈറ്റോകൈൻ്റെ ആക്ഷൻ. ഓട്ടോക്രൈൻ ആക്ഷൻ, പാരക്രൈൻ ആക്ഷൻ, എൻഡോക്രൈൻ ആക്ഷൻ. ഇനി ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റോകൈന് കുറേ സെൽ ടൈപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈറ്റോകൈൻ പെർഫോം സിമിലർ ഫങ്ഷൻ. പല സൈറ്റോകൈൻസിനും ഒരേപോലത്തെ സിമിലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സൈറ്റോകൈൻ വിചാരിച്ചാൽ കുറേ വൺ സൈറ്റോകൈൻ ഇനിഷ്യേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് അതർ സൈറ്റോകൈൻസ്. മറ്റുള്ള സൈറ്റോകൈൻസിന്റെ പ്രൊഡക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഒരു സൈറ്റോകൈന് സാധിക്കും. അതാണ് കാസ്കേഡ്. സിനർജി എന്ന് പറഞ്ഞാൽ 2 സൈറ്റോകൈൻസ് ക്യാൻ വർക്ക് ടുഗദർ ടു എൻഹാൻസ് ദെയർ എഫക്റ്റ്. അവരുടെ ആ ഒരു എഫക്റ്റ് കൂട്ടാൻ വേണ്ടി 2 സൈറ്റോകൈൻസിന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആന്റഗോണിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ എഫക്റ്റിനെ മറ്റാൾക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. 1 സൈറ്റോകൈൻ can inhibit or diminish another's effect. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് ആണ് പ്ലിയോട്രോപ്പി, റിഡൻഡൻസി, കാസ്കേഡ്, സിനർജി, ആന്റഗോണിസം. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഈ പറയുന്ന സൈറ്റോകൈൻസ് ആരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? T ഹെൽപ്പർ സെൽസ്, മാക്രോഫേജസ്, അങ്ങനെ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഇമ്മ്യൂൺ സെൽസ്. ഇമ്മ്യൂൺ സെൽസിന്റെ ഗ്രോത്തിനെയും അതിന്റെ പ്രൊലിഫറേഷനെയും അതിന്റെ ഡിഫറൻസിയേഷനെയും അതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതാണ് ഫംഗ്ഷൻ. അപ്പോൾ എക്സാമ്പിൾ ഇതൊക്കെയാണ്. ഇന്റർലൂക്കിൻ 1 എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? അത് ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പോൾ ഈ പറയുന്ന ഇന്റർലൂക്കിൻ 1, 2, ഇന്റർലൂക്കിൻ 4 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സൈറ്റോകൈൻസുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇമ്മ്യൂൺ സെൽസുകളെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സിഗ്നൽ പ്രോട്ടീൻസുകളാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇന്റർലൂക്കിൻ 1 ആണെങ്കിൽ അവർക്ക് എന്താണ്? ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇന്റർലൂക്കിൻ 2 ആണെങ്കിലോ അവർക്ക് ദേ ക്യാൻ അസിസ്റ്റ് ടി സെൽസ് ആൻഡ് ബി സെൽസ് ഇൻ മൾട്ടിപ്ലൈങ് ആഫ്റ്റർ ആക്ടിവേഷൻ. അപ്പോൾ ടി സെൽസിനെയും ബി സെൽസിനെയും അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇന്റർലൂക്കിൻ 2. ഇന്റർലൂക്കിൻ 1 ആണെങ്കിൽ ടി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇന്റർലൂക്കിൻ 2 ആണെങ്കിൽ എന്താണ്? ടി സെൽസിനെയും ബി സെൽസിനെയും അസിസ്റ്റ് ചെയ്യിക്കും. ഇന്റർലൂക്കിൻ 4, ഇന്റർലൂക്കിൻ 5, ഇന്റർലൂക്കിൻ 6 തേർഡ്സ് ബി സെൽസ് ഇൻ മൾട്ടിപ്ലൈങ് ആൻഡ് സ്പെഷ്യലൈസിങ്. ഇപ്പോൾ ബി സെൽസിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇന്റർലൂക്കിൻ 4, 5, 6. പിന്നെ ഇന്റർഫെറോൺ ഗാമ എന്ന് പറയുന്നത് മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ സെലക്റ്റഡ് ഇമ്മ്യൂൺ സൈറ്റോകൈൻസ് നോക്കുക. ഇന്റർലൂക്കിൻ 2 എന്ന് പറയുന്നത് ടി ഹെൽപ്പർ സെൽസ്, TH1 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇന്റർലൂക്കിൻ 3 ആണെങ്കിൽ TH സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇന്റർലൂക്കിൻ 4 എന്ന് പറയുന്നത് TH2 സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഇന്റർലൂക്കിൻ 2 ആണെങ്കിൽ TH1 സെൽസ്, ഇന്റർലൂക്കിൻ 3 ആണെങ്കിൽ TH സെൽസ്, ഇന്റർലൂക്കിൻ 4 ആണെങ്കിൽ TH2 സെൽസുകൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഫങ്ഷൻസുകളുണ്ട്. ഇന്റർലൂക്കിൻ 2 ആണെങ്കിൽ ഇമ്മ്യൂൺ സെൽസിന്റെ ആക്ടിവേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റർലൂക്കിൻ 3 ആണെങ്കിൽ എന്താണ്? ഈ പറയുന്ന മാസ്റ്റ് സെൽസിൽ നിന്നൊക്കെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റർലൂക്കിൻ 4 ആണെങ്കിൽ പ്രൊലിഫറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് IgG1 ആൻഡ് IgE ആന്റിബോഡി പ്രൊഡക്ഷൻ. അപ്പോൾ IgG1ഉം IgG1ഉം IgE ആന്റിബോഡി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്റർലൂക്കിൻ 4. ഇനി ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർഫെറോൺസ് ആൽഫ, ഇത് മാക്രോഫേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവര് വൈറൽ റെപ്ലിക്കേഷനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർഫെറോൺസ്. അപ്പോൾ ഇന്റർഫെറോൺസ് എപ്പോഴും ഈ വൈറസിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഇന്റർഫെറോൺ ആൽഫ ചെയ്യുന്നത്. അതുപോലെ തന്നെ MHC1 ആൻഡ് MHC2ന്റെ എക്സ്പ്രഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ഇന്റർഫെറോൺ ബീറ്റ ആണെങ്കിൽ അത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ആൽഫ ആണെങ്കിൽ ഇന്റർഫെറോൺ ആൽഫ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്രോഫേജസ് ആണ്. ബീറ്റ ആണെങ്കിൽ അത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാമയാണെങ്കിലോ TH1 സെൽസും TC സെൽസും നാച്ചുറൽ കില്ലർ സെൽസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് അതിന്റെ ഇന്റർഫെറോൺ ആൽഫ ആണെങ്കിൽ വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ MHC1ന്റെയും MHC2ന്റെ എക്സ്പ്രഷൻ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സൈറ്റോകൈൻസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസിന്റെ ആക്ടിവിറ്റിനൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സൈറ്റോകൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ സൈറ്റോകൈൻസിന്റെ ഇത് കൂടിപ്പോയാലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ആളുകളിൽ കുറെ അസുഖങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നത് ഓരോ ഇമ്മ്യൂൺ സൈറ്റോകൈൻസിന്റെയും ഫങ്ഷൻസ് ആണ്. ഇപ്പൊ ഇന്റർലൂക്കിൻ 2, ഇന്റർലൂക്കിൻ 3 ഇതൊക്കെ പലതരത്തിലുള്ള സൈറ്റോകൈൻസുകളാണ്. ഇന്റർലൂക്കിൻ 2 എന്ന് പറയുന്നത് TH1 സെൽസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻ ആണ് ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇന്റർലൂക്കിൻ 3 ആണെങ്കിൽ TH സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളുടെ മാസ്റ്റർ സെൽസിൽ നിന്ന് ഹിസ്റ്റാമിൻ റിലീസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് മെയിൻ ആയിട്ട് എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കുമ്പോൾ അവിടെ ഓരോ WBCനെയൊക്കെ എത്തിക്കാനായിട്ട് നമ്മളുടെ കീമോകൈൻസ് പോലത്തുള്ള ഇത് പ്രോട്ടീൻസുകൾ അട്രാക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്കിടയിൽ അതായത് ഇമ്മ്യൂൺ സെൽസിനിടയിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആക്കാനായിട്ടൊക്കെയാണ് ഈ പറയുന്ന സൈറ്റോകൈൻസ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്റർലൂക്കിൻ 3 ആണെങ്കിൽ മാസ്റ്റ് സെൽസിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ, ഇന്റർലൂക്കിൻ 4 ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് TH2 സെൽസുകളാണ്. ഓക്കെ, ഇനി ഇന്റർഫെറോൺസ് ആൽഫ അത് ഞാൻ പറഞ്ഞു മാക്രോഫേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇന്റർഫെറോൺ ബീറ്റ ആണെങ്കിൽ അത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റർഫെറോൺ ഗാമ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് TH1 സെൽസും TC സെൽസും നാച്ചുറൽ കില്ലർ സെൽസും. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവരും വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, MHC എക്സ്പ്രഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, മാക്രോഫേജസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ട്യൂമർ നിക്രോസിസ് ഫാക്ടർ ഇത് TH2 സെൽസും മാക്രോഫേജസ് മാസ്റ്റ് സെൽസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരും ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, സൈറ്റോകൈൻ റിലീസ് തന്നെയാണ്. TNF ബീറ്റ എന്ന് പറയുന്നത് TH1ഉം TC സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.
അത് ട്യൂമർ സെൽസിന്റെ അവിടുത്തെ ഇമ്മ്യൂൺ സെൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ട്യൂമർ നിക്രോസിസ് ഫാക്ടർ TNF ആൽഫയും TNF ബീറ്റയും ഉണ്ട്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും പാത്തജൻ ഒക്കെ വരുമ്പോൾ അതിനെ വിഴുങ്ങുക, അതൊക്കെയാണ് TNF ബീറ്റ ചെയ്യുന്നത്, ഫാഗോസൈറ്റോസിസ്. ഓക്കെ, പിന്നെ മറ്റുള്ള സൈറ്റോകൈൻസ് ആണ് ഇന്റർഫ്രോൺ ആൽഫ, ബീറ്റ, ഗാമ. ഇതൊക്കെ വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ആന്റിജൻ പ്രസന്റേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും സൈറ്റോകൈൻ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അതിന്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ഒരു സൈറ്റോകൈന് മറ്റേ സൈറ്റോകൈൻ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ്. ഒന്ന് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ബ്ലോക്ക് സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് വിത്തൗട്ട് ആക്ടിവേറ്റിംഗ് ദം. അതായത് സൈറ്റോകൈന് വന്നിരിക്കുന്ന റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. എക്സാമ്പിൾ ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഇനി സോലുബിൾ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീ റിസപ്റ്റർ ഇൻ ദ ബ്ലഡ് സ്ട്രീം ദാറ്റ് ട്രാപ്പ് സൈറ്റോകൈൻസിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു റിസപ്റ്ററാണ് സോലുബിൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആന്റി സൈറ്റോകൈൻ ആന്റിബോഡി. അപ്പോൾ സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റോകൈൻ്റെ ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറെ രോഗങ്ങൾ ഉണ്ടാക്കും മനുഷ്യരിൽ. അപ്പോൾ ഈ പറയുന്ന സൈറ്റോകൈനെ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, അപ്പോൾ സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്, ഈ സൈറ്റോകൈൻ്റെ റിസപ്റ്റേഴ്സിനെ പോയി ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട്. ചിലവരെന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീമിൽ ഇങ്ങനെ കുറെ ഫ്രീ റിസപ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, ചില സൈറ്റോകൈൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആന്റി സൈറ്റോകൈൻ ആന്റിബോഡീസ്, അതായത് ഈ പറയുന്ന സൈറ്റോകൈൻസിന്റെ ആക്ടിവിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ആന്റിബോഡീസുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആർത്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഒരു ഡ്രഗിന്റെ രൂപത്തിൽ ഈ പറയുന്ന സൈറ്റോകൈൻസ് തന്നെ നമ്മൾ ഡ്രഗിന്റെ രൂപത്തിൽ കൊടുക്കും. അതാണ് ആന്റി TNF ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് സൈറ്റോകൈൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സൈറ്റോകൈൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതിനെയാണ് ആന്റി സൈറ്റോകൈൻ ആന്റിബോഡീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആർത്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഇങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ എന്താണ്, സൈറ്റോകൈൻസിന്റെ ആക്ടിവിറ്റി വളരെ രീതിയിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ആക്ടിവിറ്റി കളയാനായിട്ട് അല്ലെങ്കിൽ അവരെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് അവരെ തന്നെ യൂസ് ചെയ്യുന്നു. അവരൊരു ഡ്രഗിന്റെ രൂപത്തിൽ, ഒരു ആന്റി TNF ഡ്രഗുകളുടെ രൂപത്തിൽ കഴിക്കുന്നു. ഓക്കെ, പിന്നെ സിഗ്നലിംഗ് ഇൻഹിബിറ്റേഴ്സ് ബ്ലോക്ക് ഇൻട്രാസെല്ലുലർ സിഗ്നലിംഗ് പാത്വേ. അതായത് ഈ സിഗ്നലിംഗ് പാത്വേസിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സിഗ്നലിംഗ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. അപ്പൊ സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റോകൈൻസ് തന്നെ ഉപയോഗിച്ച് മറ്റുള്ള സൈറ്റോകൈൻസിന്റെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കണം. അതിനു വേണ്ടി റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ റിസപ്റ്ററിൽ വെച്ചിട്ട് സൈറ്റോകൈനെ ബ്ലോക്ക് ചെയ്യിക്കും. സോലുബിൾ റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സൈറ്റോകൈൻസിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ബ്ലഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ റിസപ്റ്റേഴ്സുകളാണ്. ആന്റി സൈറ്റോകൈൻ ആന്റിബോഡീസ് എന്ന് ഉദ്ദേശിക്കുന്ന സൈറ്റോകൈൻസിന്റെ ആക്ടിവിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ആന്റിബോഡീസുകളാണ്. സിഗ്നലിംഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആ സെൽ സിഗ്നലിംഗ് പാത്വേസിനെ പോയി ബ്ലോക്ക് ചെയ്ത് കളയും. ഈ ഒരു സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ ഓവറായിട്ട് ആക്റ്റീവ് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സൈറ്റോകൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്ലിനിക്കൽ യൂസ് നോക്കാം. എംപ്ലോയ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ആൻഡ് ഇൻഫ്ലമറ്ററി ഡിസീസ് സച്ച് ആസ് ആർത്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, സോറിയാസിസ് ആൻഡ് ആസ്മ. അതായത് ഈ പറയുന്ന സൈറ്റോകൈൻസിനെ നമുക്ക് എന്താണ് മെഡിസിൻസ്, അതായത് ട്രീറ്റ്മെന്റിന് അതായത് ചില രോഗങ്ങളിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആർത്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, സോറിയാസിസ്, ആസ്മ അങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ അവരവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവരവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന സൈറ്റോകൈൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് സൈറ്റോകൈൻസ്. സർട്ടൺ സൈറ്റോകൈൻസ് ആർ യൂട്ടിലൈസ്ഡ് ആസ് മെഡിക്കേഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺസ്, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് ആൻഡ് ഇന്റർലൂക്കിൻ 2. ഇതൊക്കെ നമുക്ക് മെഡിസിൻസ് ആയിട്ട് കഴിക്കാൻ പറ്റും. യൂസസ് ഇൻ ട്രീറ്റ്മെന്റ്, അതായത് TNF ആൽഫയുടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. Soluble TNF alpha receptors and monoclonal antibody against TNF alpha are in use, and these treatment benefit millions of patients with rheumatoid arthritis. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന പേഷ്യൻസിനൊക്കെ ബെനിഫിറ്റ് കിട്ടും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, TNF ആൽഫനെ പിടിച്ച് ബ്ലോക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, പിന്നെ എന്താണ് ആന്റി ഇന്റർലൂക്കിൻ 2 റിസപ്റ്റർ ആന്റിബോഡീസ്, പിന്നെ മറ്റുള്ള റീകോമിനന്റ് സൈറ്റോകൈൻസ് ആസ് ഡ്രഗുകൾ, ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻ. ഇതൊക്കെ നമുക്ക് ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റിൽ പറയുന്നത്.
ഈ മറ്റുള്ള റോൾ എന്ന് പറയുന്നത് എംബ്രിയോജെൻസിസിന്, അതായത് എംബ്രിയോജെൻസിസ് ഡെവലപ്മെന്റൽ പ്രോസസ്സിലൊക്കെ റോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് റെഗുലേറ്റ് ചെയ്യിക്കാനായിട്ടും പിന്നെ എന്താണ് ഡിസ് റെഗുലേഷൻ മേ ലീഡ് ടു അഡ്വേഴ്സ് കണ്ടീഷൻ ഇൻക്ലൂഡിങ് ഇൻഫ്ലമേഷൻ, ട്രോമ, സെപ്സിസ്, അസോസിയേഷൻ വിത്ത് സൈസോഫ്രീനിയ, ഡിപ്രഷൻ, അൽഷിമേഴ്സ് ഡിസീസ് ആൻഡ് ക്യാൻസർ. അപ്പോൾ പല രീതിയിൽ സൈറ്റോകൈൻസിന് റോളുണ്ട്. ഇനി എന്താണ് സൈറ്റോകൈൻ സ്റ്റോം? ആൻഡ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് സൈറ്റോകൈൻ ലീഡ് ടു എ സിവിയർ കണ്ടീഷൻ കോൾഡ് സൈറ്റോകൈൻ സ്റ്റോം. അതായത് സൈറ്റോകൈനെ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത്. അന്നേരം എന്ത് സംഭവിക്കും? വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഓർഗൻ ഫെയിലർ, ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, സോ ദ പ്രൈമറി കോസ് ഓഫ് മോർട്ടാലിറ്റി ഡ്യൂറിംഗ് ദ 1980s സ്പാനിഷ് ഫ്ലൂ പാൻഡമിക്, ഇത് അതൊരു എക്സാമ്പിൾ ആണ്. സൈറ്റോകൈൻസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഇൻ ട്രീറ്റിംഗ് ഡിസീസ് ലൈക്ക്, അപ്പോൾ നമുക്ക് ആർത്രൈറ്റിസ്, അനീമിയ, ക്യാൻസർ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൈറ്റോകൈൻസ് മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സൈറ്റോകൈൻസ് കൂടുതലായിട്ട് ഉപയോഗിച്ചാലും കുറേ കോംപ്ലിക്കേഷൻസ്, സൈറ്റോകൈൻ സ്റ്റോംസുകളൊക്കെ വന്ന് ഓർഗൻ ഫെയിലർ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ക്ലാസ്.